നമസ്കാരം. ഇറാൻ അമേരിക്ക സമാധാന ചർച്ച ഒമാൻ തലസ്ഥാനമായ മസ്കറ്റിൽ അവസാനിച്ചു കഴിഞ്ഞ് ഉടനെ കേട്ടതെന്താണ്? ഇറാനെതിരെ എണ്ണ ഉപരോധം അമേരിക്ക കടുപ്പിക്കുന്നു. അപ്പോൾ എന്താണ് ഇതിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത്? വൻ പടപ്പുറപ്പാടോടുകൂടി തന്നെ ഇറാനെ പരമാവധി സമ്മർദ്ദത്തിലാക്കുന്ന രീതിയിൽ അമേരിക്കൻ പടക്കപ്പലുകൾ ആ ഭാഗത്ത് വിന്യസിച്ചുകൊണ്ട് USS എബ്രഹാം ലിങ്കനും അതിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന ഡിസ്ട്രോയർ ഷിപ്പുകളും മറ്റനേകം കപ്പലുകളും അതുപോലെ അമേരിക്കൻ താവളങ്ങളും എല്ലാം തന്നെ യുദ്ധസജ്ജമായി വാർ ഫുട്ടിങ്ങിൽ ഒരുക്കി വെച്ചുകൊണ്ട് ഗൺ പോയിന്റിലാണ് ഇറാനുമായി ചർച്ച നടക്കുന്നത്. ഇറാൻ്റെ ഭാഗത്തു നിന്നും ബാറ്റിൽ ഗിയർ വളരെയധികം റെഡി തന്നെയാണ്. അങ്ങനെ പിരിമുറുക്കം നടന്ന അന്തരീക്ഷത്തിലെ ഒരു ചർച്ച സ്വാഭാവികമായി സാധാരണ ഒരു അന്താരാഷ്ട്ര ചർച്ച നടക്കുന്നത് ഒരു സ്വതന്ത്രമായ ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡിൻ്റെ അടിസ്ഥാനത്തിലാണ്. എങ്കിൽ മാത്രമേ സ്വതന്ത്രമായ അഭിപ്രായ പ്രകടനങ്ങൾ നടത്താനാവൂ. പക്ഷേ ഇവിടെ സമ്മർദ്ദം അണ്ടർ ഡ്യൂറസ് ആണ് ചർച്ച നടത്തിയിരിക്കുന്നത്. അതുമാത്രമല്ല, ചർച്ച നടത്തുന്നത് ആണവ വിഷയത്തെക്കുറിച്ചാണ്. ആണവ കാര്യങ്ങളിൽ ഒരു ധാരണ, ആണവ സമ്പുഷ്ടീകരണം ഇറാൻ ഉപേക്ഷിക്കുകയോ കുറച്ചു കൊണ്ടുവരികയോ ഇറാൻ്റെ ആണവായുധങ്ങൾ ഒരിക്കലും അയൽ രാജ്യങ്ങൾക്ക്, ഇസ്രയേലിനോ അമേരിക്കയ്ക്കോ ഗൾഫ് രാജ്യങ്ങൾക്കോ ഭീഷണിയാകുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ട ഒരു കരാറാണല്ലോ ഉണ്ടാകേണ്ടത്. പക്ഷേ ഇറാന് മുന്നോട്ട് പോകണമെങ്കിൽ ഇറാൻ ആഹാരം വേണം, ഇറാന് അടിസ്ഥാന സൗകര്യങ്ങൾ വേണം, പണം ഉണ്ടാകണം. ഇറാൻ ആകെയുള്ള പ്രധാന ആസ്തി ഓയിലാണ്. ഇപ്പോൾ നിലവിൽ 80% ഇറാനിയൻ ഓയിലും വിൽക്കുന്നത് ചൈനയ്ക്കാണ്. കാരണം ചൈനയുമായി ഈ ഉപരോധം അധികം ഏശുന്നില്ല. കാരണം ചൈന വാങ്ങാൻ തയ്യാറാണ്. അമേരിക്ക കണ്ണുരുട്ടിയാൽ പേടിക്കുന്ന രാജ്യമല്ല ചൈന എന്നതുകൊണ്ട് ചൈനയോട് ഇറാനിൽ നിന്നും എണ്ണ വാങ്ങരുത്, ഞങ്ങൾ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞപ്പോൾ ചൈന പറഞ്ഞു, പോയി പണി നോക്ക്, ഞങ്ങൾ നിങ്ങൾക്കുള്ള റെയർ എർത്ത് കയറ്റുമതി അങ്ങോട്ട് നിർത്തിവെക്കും. ക്രിട്ടിക്കൽ മിനറൽസ്, അത് ചൈനയിൽ നിന്നാണ് വരേണ്ടത്. ലോക ക്രിട്ടിക്കൽ മിനറൽ ഉൽപ്പാദനത്തിൻ്റെ ഏതാണ്ട് സിംഹഭാഗവും 70-75% ചൈനയാണ്. ചൈനയുടെ മൊണോപ്പൊളിയാണ് എന്ന് പറയാം. അമേരിക്കയിലെ വിമാനഭാഗങ്ങൾ, വിമാനയന്ത്രങ്ങൾ, അതുപോലെ മറ്റു ചില ക്രിട്ടിക്കൽ ഉൽപ്പന്നങ്ങൾ എല്ലാം ഉണ്ടാക്കാൻ ചൈനയിൽ നിന്നുള്ള ഈ ധാതു മണൽ ഇറക്കുമതി ആവശ്യമാണ്. ഇത് ലഭിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ചൈനയുടെ കാര്യം അങ്ങ് വിട്ടുപിടി. പക്ഷേ ഇറാനെ എണ്ണ വിൽക്കാൻ അനുവദിക്കരുത്. ചൈനീസ് വെസൽസ്, സാധാരണ എണ്ണ കൊണ്ടുപോകുന്നത് എങ്ങനെയാണ്? ചൈനീസ് കൊടി വെച്ചുകൊണ്ടല്ല, ഇന്ത്യൻ പതാക വെച്ചുകൊണ്ടും ടർക്കിഷ് പതാക പൊതിച്ചുകൊണ്ടും അല്ല എങ്കിൽ ഒരുപക്ഷെ UAEയുടെ ഫ്ലാഗുകൾ കാട്ടിക്കൊണ്ടും ഒക്കെയാണ് ഈ ഗോസ്റ്റ് ഷിപ്സ് എന്നാണ് പറയുക. ഇറാനിൽ നിന്നും എണ്ണ കൊണ്ടുപോകണമെങ്കിൽ ഇറാൻ്റെ തെക്കൻ തീരത്തുള്ള വൻപൻ എണ്ണ സംഭരണശാലകൾ, അവിടെ സംഭരിച്ചു വെച്ചിരിക്കുന്ന എണ്ണ പമ്പ് ചെയ്ത് കപ്പലുകളിൽ കയറ്റിയതിനു ശേഷം, എണ്ണ ടാങ്കറുകളിൽ കയറ്റിയതിനു ശേഷം ഈ ടാങ്കറുകൾ പേർഷ്യൻ ഗൾഫിൽ നിന്നും ഒരു കടലിടുക്ക് വഴി, അതായത് ഹോർമൂസ് കടലിടുക്ക് വഴി പുറം ലോകത്തേക്ക് പോകണം. അതായത് ഹോർമൂസ് കടലിടുക്ക് വഴി വെളിയിൽ ഇറങ്ങുന്നത് ഒമാൻ ഉൾക്കടലിലേക്കാണ്. ഒമാൻ ഉൾക്കടലിൽ നിന്നും പോകേണ്ടത് അറബിക്കടലിലേക്കാണ്. അറബിക്കടലിൽ നിന്നും പിന്നെ ഓപ്പൺ സീയിലേക്കാണ്, ഇന്ത്യൻ ഓഷ്യനിലേക്കും മറ്റിടങ്ങളിലേക്കും സഞ്ചരിക്കാൻ കഴിയും. മലാക്ക സ്ട്രൈറ്റൊക്കെ കടന്ന് ചൈനയിലേക്ക് എത്താൻ കഴിയും. ആ രീതിയിലാണ് എണ്ണയുടെ പോക്ക്. ഈ എണ്ണയുടെ പോക്ക് ഓപ്പൺ സീയിൽ വെച്ച് തടയുന്നത് യുദ്ധസമാനമായ സാഹചര്യം ഉണ്ടാക്കുമെന്നതുകൊണ്ട് അമേരിക്കയുടെ കൺട്രോളിലുള്ള ഭാഗങ്ങളിൽ, അല്ല എങ്കിൽ അമേരിക്കയുടെ സേനാ വിന്യാസം ഉള്ള ഇടങ്ങളിൽ ഹോർമൂസ് എന്ന് പറയുന്ന കടലിടുക്ക് ഇറാൻ്റെ സ്വാധീന മേഖലയാണ്. കാരണം ഇറാൻ്റെ ഒരു ഭാഗം അതിലേക്ക് തള്ളി നിൽക്കുകയാണ്. അതുപോലെ ഒമാൻ്റെ ഒരു ഭാഗം മുകളിലേക്കും തള്ളി നിൽപ്പുണ്ട്. അപ്പം അവിടെ വലിയ ഒരു കുപ്പിക്കഴുത്ത് മാതിരിയാണ് അവിടെ അമേരിക്കൻ സേനാ വിന്യാസം, നാവിക വിന്യാസം ശക്തമാക്കി നിലനിർത്തിയിരിക്കുന്നു. അതുപയോഗിച്ചുകൊണ്ട് ഹോർമൂസ് വഴി ഇറാൻ്റെ എണ്ണക്കപ്പലുകൾ, ഇറാൻ്റെ തന്നെ സ്വാധീന മേഖലയായ ഹോർമൂസ് കടന്ന് ഇറാൻ്റെ എണ്ണക്കപ്പലുകൾ പുറത്തോട്ട് പോകുന്നില്ല, ഏത് കൊടി വെച്ചാണെങ്കിലും പോകുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുമെന്നാണ് അമേരിക്ക പറയുന്നത്. അതാണ് മാക്സിമം പ്രഷർ. ഒരു വശത്ത് ഡിപ്ലോമസി, ഈ ഡിപ്ലോമസി തങ്ങൾക്ക് അനുകൂലമാകുന്ന രീതിയിൽ വിജയിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു കരാറിലേക്ക് ഇറാൻ മനസ്സില്ലാ മനസ്സോടെ നിർബന്ധത്തോടെ എത്തിച്ചേരണമെങ്കിൽ ഇറാൻ പരമാവധി സമ്മർദ്ദപ്പെടണം. ഇറാൻ്റെ ഒരു തുള്ളി എണ്ണ വിൽക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന നിലപാടാണ്. ഇതിൻ്റെ ധാർമ്മികതയെക്കുറിച്ച് എനിക്ക് പറയാൻ അറിയില്ല. പക്ഷേ ഇതിനകത്തൊരു നീതിബോധമുണ്ടാകണം, ഒരു നീതിശാസ്ത്രം ഉണ്ടാകണം. കാരണം നെഗോസിയേഷനും ഉപരോധവും ഒരുമിച്ച് കൊണ്ടുപോകാനാവില്ല. ഈ ഉപാധികളില്ലാതെ പൂർണ്ണ മനസ്സോടുകൂടി രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ചേർന്ന് ഒരു കരാറിൽ എത്തിച്ചേരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആ കരാറിന് പിൻബലമുണ്ടാകുക. അതൊരു ധാർമ്മിക പിൻബലമാണ്, നിയമപിൻബലം മാത്രമല്ല, ഒരു ധാർമ്മിക പിൻബലമാണ്. ഇപ്പം നിർബന്ധിച്ച് രണ്ടാം ലോകമഹായുദ്ധത്തിന് കാരണം എന്താണ്?
പരാജയപ്പെട്ട ഒന്നാം ലോകമഹായുദ്ധത്തിൽ പരാജയപ്പെട്ട ജർമ്മനിയെ നിർബന്ധിപ്പിച്ച് ചില കരാറുകളിൽ ഒപ്പിടിപ്പിച്ചു. നിർബന്ധമായും വിന്നർ ടേക്സ് ഇറ്റ് ഓൾ അല്ലേ. അപ്പോൾ ബ്രിട്ടനും ഫ്രാൻസും എല്ലാം ചേർന്നുകൊണ്ട് ജർമ്മനിയെ ഇക്ഷ ഇണ്ണ റ വരപ്പിച്ചുകൊണ്ട് കരാറിൽ ഏർപ്പെടുപ്പിച്ചു. വലിയ രീതിയിൽ കപ്പം കൊടുക്കേണ്ടി വന്നു. വാർ കോമ്പൻസേഷൻ എന്ന രീതിയിൽ വലിയ കപ്പം കൊടുക്കേണ്ടി വന്നു. ജർമ്മനിയുടെ ജനത അത് അംഗീകരിക്കാൻ തയ്യാറല്ല. ആ റിസൻമെൻ്റാണ് ഹിറ്റ്ലർ മുതലെടുത്തതും പിന്നീട് വലിയൊരു ആർമമെൻറ്റ് ബിൽഡപ്പായിട്ട് ജർമ്മനി വന്നതും രണ്ടാം ലോകമഹായുദ്ധത്തിൽ എത്തി നിന്നതുമെല്ലാം ചരിത്രമാണ്. അതുപോലെ ഇറാനിയൻ ജനതയെയാണ് ഇവിടെ ഭരണകൂടത്തെ മാത്രമല്ല സമ്മർദ്ദപ്പെടുത്തുന്നത്, ഇറാൻ ജനതയാണ്. അമേരിക്ക ആഗ്രഹിക്കുന്നത് ഇങ്ങനെയാണ്: പരമാവധി സമ്മർദ്ദം, പുട്ട് മാക്സിമം പ്രഷർ, റിലൻറ്റ്ലെസ് പ്രഷർ. അതുവഴി ഇറാനിയൻ ജനത പൊറുതിമുട്ടി ഒരിക്കൽ കൂടി തെരുവിലിറങ്ങിയാൽ അത് അമേരിക്കയ്ക്കെതിരെ ആവില്ലല്ലോ. അത് ഉപരോധം ഏർപ്പെടുത്തി അമേരിക്കയ്ക്കെതിരെയല്ല, മറിച്ച് ഇറാൻ്റെ ഭരണകൂടത്തിനെതിരെയാണ്. ഡിസംബർ 2025 അവർ തെരുവിലിറങ്ങി. ജനുവരി പകുതി വരെ പ്രക്ഷോഭത്തിലായിരുന്നു. ഇപ്പോൾ പ്രക്ഷോഭത്തെക്കുറിച്ച് കാര്യമായി ഒന്നും കേൾക്കാനില്ല. കാരണം കഠിനമായ അടിച്ചമർത്തൽ തന്നെയാണ് ഉണ്ടായത്. അതും നീതീകരിക്കാനാവില്ല. കാരണം അതൊരു കാരണവശാലും ജനങ്ങളെ, സ്വന്തം ജനതയെ ഇടയ്ക്ക് നേരെ നിറയൊഴിക്കുന്നതും അവരെ അടിച്ചമർത്തുന്നതും നീതീകരിക്കാനാവില്ല. മനുഷ്യാവകാശ ലംഘനം തന്നെയാണ്. പക്ഷേ ജനം വീണ്ടും ഒരിക്കൽ കൂടി തെരുവിലിറങ്ങണം എന്നാണോ അമേരിക്ക ആഗ്രഹിക്കുന്നത്? എനിക്ക് തോന്നുന്നത് എണ്ണ എന്നത് അമേരിക്കയുടെ ഏറ്റവും വലിയ വെപ്പണാണ്, ആയുധമാണ് എല്ലാ കാലത്തും. ടാരിഫാണ് ട്രംപിൻ്റെ ഒരു ആയുധം. മറ്റൊരു ആയുധം പരമ്പരാഗതമായ ആയുധമായ എണ്ണയാണ്. എവിടെയെല്ലാം എണ്ണ നിക്ഷേപമുണ്ടോ, ലോകത്തെവിടെയെല്ലാം എണ്ണ നിക്ഷേപമുണ്ടോ, എണ്ണയുടെ വൻപൻ ശേഖരമുണ്ടോ, അവിടെയെല്ലാം തന്നെ അമേരിക്കയുടെ ദൃഷ്ടി പതിയും. റഷ്യയിൽ എണ്ണ നിക്ഷേപമുണ്ട്, എണ്ണയുടെ വലിയ രീതിയിലുള്ള റിഫൈനറീസ് ഉണ്ട്, ഉത്പാദക കേന്ദ്രങ്ങളുണ്ട്. പക്ഷേ അവിടെ അമേരിക്കൻ എണ്ണ കണ്ണു പതിഞ്ഞിട്ട് കാര്യമില്ല. റഷ്യയെ അമേരിക്കയ്ക്ക് ആ രീതിയിൽ ആക്രമിച്ച് കീഴടക്കാനാവില്ല. അതുകൊണ്ട് വിട്ടുപിടിക്കുക. ബാക്കി കാര്യങ്ങൾ, ചൈനയ്ക്ക് എണ്ണ ആവശ്യത്തിനില്ല, വാങ്ങണം. ഇന്ത്യക്ക് ആവശ്യത്തിന് എണ്ണ ഇല്ല, വാങ്ങണം. രണ്ടും വലിയ വിപണിയാണ്, വളർന്നുകൊണ്ടിരിക്കുന്ന വിപണിയാണ്. ഊർജ ഉപാധികൾ ആവശ്യമാണ്. അതുകൊണ്ട് വാങ്ങാനാവുന്നത് ഇവിടെയാണ്. ഏറ്റവും അധികം എണ്ണ ഉത്പാദനം ലഭ്യമാകുന്ന വെനിസ്വേലയിൽ നിന്നുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇറാൻ പോലെ വൻപൻ എണ്ണ സമ്പന്നമായ രാജ്യമാണ്. പക്ഷേ വെനിസ്വേലയുടെ കാര്യത്തിൽ അമേരിക്ക ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞു. ഇനി വെനിസ്വേല എങ്ങനെ എണ്ണ വിൽക്കണം, എത്രത്തോളം വിൽക്കണം, ആർക്ക് വിൽക്കണം, ഏത് വിലയ്ക്ക് വിൽക്കണം എന്ന് തീരുമാനിക്കുന്നത് അമേരിക്ക ആയിരിക്കും. അക്കാര്യം തീർച്ച മൂർച്ച വരുത്തി. ഇനിയുള്ളത് ഇറാനാണ്. ഇറാൻ്റെ എണ്ണ കൂടി വലിയ രീതിയിൽ ടൈറ്റൻ ചെയ്ത് കഴിഞ്ഞാൽ ചൈനയ്ക്ക് എണ്ണ സപ്ലൈ റഷ്യയിൽ നിന്ന് മാത്രമായി ഒതുങ്ങും. അതുകൊണ്ട് ചൈനയ്ക്കുള്ള എണ്ണ സപ്ലൈ കുറയ്ക്കുകയാണെങ്കിൽ ചൈനീസ് ഇക്കോണമിയെ കുറേയൊക്കെ പിന്നോട്ടടിക്കാൻ കഴിയുമെന്ന ഒരു ലാർജർ അമേരിക്കൻ ലോജിക് ഇതിന് പിന്നിലുണ്ട്. അതുകൊണ്ട് ഇറാന് നേരെയുള്ള ഉപരോധം എന്ന് പറഞ്ഞാൽ ഇറാനെ ചർച്ച ചെയ്യിപ്പിച്ച് തങ്ങൾക്ക് അനുകൂലമാകുന്ന രീതിയിൽ, അമേരിക്കയ്ക്ക് അനുകൂലമാകുന്ന രീതിയിൽ ഒരു കരാറിൽ ഏർപ്പെടുത്താനുള്ള സമ്മർദ്ദം എന്ന നിലയിൽ ഒരു കാര്യം. രണ്ട്, ഇറാനിൽ തന്നെ റഷ്യയോടുള്ള ഒരു വിധേയത്വം അത് കുറച്ചുകൊണ്ട് വരികയും. ഇനി റഷ്യയുമായിട്ട് കാര്യം, റഷ്യയ്ക്ക് ഒന്നും ചെയ്യാനാവില്ല. യഥാർത്ഥത്തിൽ റഷ്യയ്ക്ക് വേണമെങ്കിൽ ഇടപെടാം. റഷ്യയ്ക്ക് ആവശ്യത്തിലധികം പ്രശ്നങ്ങളുണ്ട്. റഷ്യയ്ക്ക് ഉക്രൈനിൽ ആക്രമണം തുടരേണ്ടതുണ്ട്. അവിടെ ഒരു തീർച്ചമൂർച്ച വന്നിട്ടില്ല. അതുകൊണ്ട് റഷ്യ ഇക്കാര്യത്തിൽ ഒരു സംയമനം പാലിക്കും, മൗനം പാലിക്കും എന്ന ഏകദേശ ധാരണയാണ് അമേരിക്കയ്ക്ക്. ചൈന കമാന്നുരക്ഷ മിണ്ടില്ല. കാരണം ചൈനയ്ക്ക് ഈ മറ്റ് ലോകരാജ്യങ്ങളുടെ രാഷ്ട്രീയത്തിൽ ഇടപെട്ടുകൊണ്ട് കൈ പൊള്ളിക്കാൻ ഉദ്ദേശമില്ല. മുമ്പ് റഷ്യ ചെയ്ത അബദ്ധം, ഹിമാലയൻ ബ്ലണ്ടർ, മറ്റ് കാര്യങ്ങൾ രാജ്യങ്ങളെ ഉദ്ധരിക്കാൻ പോവുകയാണ്. അങ്ങനെയാണ് നശിച്ചത്. ഇറാൻ തന്നെ നശിച്ചത് എങ്ങനെയാണ്? ഹൂതികളെയും ഹിസ്ബുള്ളയെയും ഹമാസിനെയും എല്ലാം താങ്ങി നിർത്തുകയും അതുപോലെ ഈ ബാഷർ അൽ അസദിൻ്റെ ഭരണകൂടത്തെ സിറിയയിൽ താങ്ങി നിർത്തുകയും ഒക്കെ ചെയ്ത് അതിനുവേണ്ടി ചെലവഴിച്ച പണമാണ്. ജനങ്ങൾക്ക് വേണ്ടി, വികസനത്തിന് വേണ്ടി ഉപയോഗിക്കാവുന്ന പണം ഇറാനിൽ ചെലവഴിക്കാതെ ആഗോള വിഷയങ്ങളിൽ ചെലവഴിച്ച് കൈപൊള്ളിയതാണ് ഇറാന്. ചൈന അതുപോലെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് ചൈന മാറി നിൽക്കും. അങ്ങനെയെങ്കിൽ ചൈനയെ കൂടെ കൂടുതൽ മെരുക്കിക്കൊണ്ടുവരാം. അതുപോലെ എണ്ണ വിപണി ഇന്ത്യക്ക് തുറന്നു കിട്ടും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് ആവശ്യമാണ്. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള എണ്ണ വ്യാപാരം ലോക എണ്ണ വ്യാപാരത്തിൻ്റെ 20%. അത് കുറഞ്ഞു വന്നാൽ, അവിടെ സമ്മർദ്ദം നേരിട്ടാൽ, യുദ്ധം കാരണം അങ്ങനെ ഹോർമൂസ് തടഞ്ഞു കഴിഞ്ഞാൽ ഇറാൻ ഇടപെട്ട് ഹോർമൂസ് തടയുക. ഒന്നുകിൽ അമേരിക്ക അല്ലെങ്കിൽ ഇറാൻ, ഏതെങ്കിലും രാജ്യം ഇടപെട്ട് ഹോർമൂസിലൂടെയുള്ള എണ്ണ ഗതാഗതം തടയുന്നു എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ സൗദി അറേബ്യയിൽ നിന്നും ഇറാഖിൽ നിന്നും കുവൈറ്റിൽ നിന്നും UAE-യിൽ നിന്നും ബഹറിൽ നിന്നും ഒമാനിൽ നിന്നും ഒന്നുമുള്ള എണ്ണ, ഒമാനിൽ നിന്ന് പോകുമായിരിക്കും, അത് കുറച്ചുകൂടെ കിടക്കുകയാണ്. മറ്റ് ആ UAE-യിൽ നിന്നുൾപ്പെടെ എണ്ണ പുറം ലോകത്തേക്ക് എത്തില്ല. സൗദിക്ക് ചെങ്കടൽ തീരമുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ മറ്റു രാജ്യങ്ങൾക്ക് പേർഷ്യൻ ഗൾഫാണ് ആശ്രയം.
ഇറാൻ്റെ എണ്ണ മാത്രമല്ല അഫക്റ്റഡ് ആകുന്നത്, മറ്റ് ഗൾഫ് രാജ്യങ്ങളുടെ എണ്ണയും പുറം ലോകം കാണില്ല. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ എണ്ണയ്ക്ക് തീ വില പിടിക്കുമ്പോൾ വല്ലാതെ വിഷമിക്കും. റഷ്യക്ക് കുഴപ്പമില്ല, റഷ്യക്ക് എണ്ണ ഉണ്ട്, അതുകൊണ്ട് റഷ്യക്ക് നല്ലതാണ്, എണ്ണ വില കൂടുന്നത് നല്ലതാണ്. അമേരിക്കയ്ക്കും നല്ലതാണ്, അമേരിക്കയ്ക്ക് എണ്ണ നിക്ഷേപം ഉണ്ടല്ലോ. അതുകൊണ്ട് ഇനി അതാണോ ഉദ്ദേശിക്കുന്നത് അറിയില്ല. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പരമാവധി സമ്മർദ്ദത്തിലൂടെ ചൈനയെ സമ്മർദ്ദപ്പെടുത്തുക, ഇറാനെ സമ്മർദ്ദപ്പെടുത്തുക, അങ്ങനെ എണ്ണയുടെ ആഗോള എണ്ണ വിപണിയുടെ സിംഹഭാഗവും അമേരിക്കയ്ക്ക് കൺട്രോൾ ചെയ്യാവുന്ന റെജീംസിൻ്റെ കയ്യിൽ ആവുക എന്നതാണ് ഉദ്ദേശം. അതുകൊണ്ട് ഒരു കാര്യം അമേരിക്ക ചെയ്തേക്കാം, ചില ഉറപ്പുകൾ വാങ്ങിച്ചേക്കാം. ഇറാനിയൻ ക്ലറിക്കുകൾ എന്ന് പറഞ്ഞാൽ ഇറാൻ്റെ മത നേതാക്കൾ, അയത്തുള്ള ഉൾപ്പെടെയുള്ള മതഘടനയുടെ തലപ്പത്തുള്ളവർ കൂടുതൽ പബ്ലിക് എക്സ്പോഷറിലേക്ക് വരുന്നത് കുറച്ചുകൊണ്ട് വരാം എന്ന ഒരു ആഭ്യന്തര ധാരണ ഇറാൻ ഉള്ളിൽ രൂപപ്പെട്ടേക്കാം. ഇപ്പോൾ തന്നെ അതേക്കുറിച്ച് ചർച്ചകളുണ്ട്. കൂടുതൽ അധികാരങ്ങൾ സൈന്യത്തിനും അതുപോലെ IRGC വിഭാഗത്തിനും എല്ലാം നൽകിയേക്കാം. കൂടുതൽ സിവിൽ പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്തുന്ന ചില സ്ട്രക്ചറൽ ചേഞ്ചസിന് ഇറാൻ വിധിപ്പെട്ടേക്കാം. പക്ഷേ അത് അമേരിക്ക വിരട്ടിയത് കൊണ്ടാണ് എന്ന് അംഗീകരിക്കാൻ ഇറാൻ ഒരിക്കലും തയ്യാറാവില്ല. ആഭ്യന്തരമായി ഇറാൻ റിഫോം ചെയ്യാൻ തയ്യാറാണ്. അമേരിക്കൻ എണ്ണ കമ്പനികളെ ഇറാൻ സ്വീകരിക്കുമോ? അതാണ് വലിയ ചോദ്യം. ഒരുപക്ഷെ ഇല്ലായിരിക്കാം, അത് ആത്മഹത്യാപരമായിരിക്കാം. പക്ഷേ ഏത് രീതിയിലുള്ള കൺസെഷനാണ്? എണ്ണയുടെ കാര്യത്തിലാണ് ഒരുപക്ഷെ അമേരിക്ക കൂടുതൽ പുറത്തു പറയുന്നത് ആണവമാണെങ്കിലും എണ്ണയുടെ കാര്യത്തിലുള്ള നീക്കുപോക്കുകൾ, കൺസെഷൻ, അനുകൂല സമീപനം, ഇതാണ് അമേരിക്ക ഒരുപക്ഷെ ഇറാനിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാവാം ഇങ്ങനെ ഒരു ഉപരോധം കാരണം ഒരു നിമിഷവും മുന്നോട്ട് പോകാനാവില്ല എന്ന് വന്നാൽ, 1-2 ആഴ്ച കൂടിയുള്ള ഇതുപോലുള്ള ഉപരോധം നീണ്ടു നിന്നാൽ ഇറാൻ വലിയ രീതിയിലാണ്, ഇറാൻ്റെ കപ്പലുകൾ ഇപ്പോൾ തടയുമെന്നാണ് പറയുന്നത്. 15 കപ്പലുകൾ ഇപ്പോൾ ഓൾറെഡി തടയുന്നു, അത് മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇന്ത്യൻ പതാക വഹിക്കുന്ന, അതുപോലെ UAE പതാക വഹിക്കുന്ന, അതുപോലെ മറ്റ് ടർക്കിഷ് പതാക വഹിക്കുന്ന 15 കപ്പലുകളെ ഐഡൻറ്റിഫൈ ചെയ്തു. അത് ഓയിൽ ടാങ്കേഴ്സാണ്, ഐഡൻറ്റിഫൈ ചെയ്തു. അവർക്കെതിരെ ഉപരോധമാണ്. അതുപോലെ 14 കമ്പനികൾക്കെതിരെ, കമ്പനികൾക്കുമെതിരെ വ്യക്തമായി അമേരിക്ക ഉപരോധം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇങ്ങനെയുള്ള എംബാർഗോയിലൂടെ വ്യക്തികളെയും കോർപ്പറേറ്റുകളെയും രാജ്യങ്ങളെയും കപ്പൽ വ്യൂഹങ്ങളെയും എല്ലാം സമ്മർദ്ദത്തിലാക്കുന്ന ഒരു തന്ത്രം. ഇറാനെ മാത്രമല്ല, ഇറാനുമായി ഏതെങ്കിലും രീതിയിൽ അടുത്ത് പ്രവർത്തിക്കുന്ന ഈ കടത്ത സംഘങ്ങളെ ഉൾപ്പെടെ സമ്മർദ്ദത്തിലാക്കുന്ന രീതിയിലാണ് അമേരിക്കയുടെ പോക്ക്. അതുകൊണ്ട് രണ്ടും കൽപ്പിച്ച് തന്നെയാണ് പോകുന്നത്. എണ്ണ തന്നെയാണ് യഥാർത്ഥത്തിൽ അമേരിക്കയുടെ താല്പര്യം.